എന്ത് തോന്നുന്നു ആ ഇടിയെ പറ്റിയിട്ട്? ന്യൂട്രൽ അടിച്ചിറങ്ങി വന്നു. അങ്ങനെയാണ് തോന്നുന്നത്. ലോഡ് കൊണ്ടിരിക്കുകയാണോ ചെയ്യും? ലോഡ് കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ മണ്ണിട്ടത് കണ്ടില്ല. ഇത് കണ്ടില്ല. ഏതെങ്കിലും ഒന്ന് ഗിയറിലെ ഓടുന്നതും ന്യൂട്രൽ അടിച്ച് ഓടുന്നതെന്ന് ചോദിച്ചാൽ ന്യൂട്രൽ അടിച്ച് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. കാരണം നമ്മളെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല. 1 കിലോമീറ്റർ നല്ല സ്പീഡിൽ തട്ടി അപ്പോൾ ഒരു ഇറക്കം വരുന്ന ഹൈവേയുടെ. അപ്പൊ നമ്മൾ വീണ്ടും ന്യൂട്രൽ തട്ടി പിന്നെ അത് ന്യൂട്രൽ ഇങ്ങനെ അങ്ങ് പോവില്ലയോ. അതെ, നമ്മളെ അറിയാതെ ഉറങ്ങി പോകും. കാരണം ഞാൻ ന്യൂട്രലൊക്കെ അടിച്ച് വണ്ടി ഓടിച്ചിട്ടുള്ളതാ, സിമെന്റ് വണ്ടിയൊക്കെ. അന്നത്തെ കാലത്തല്ലേ അങ്ങനെ ചെയ്താൽ മാത്രമേ മൈലേജ് കൊടുക്കാൻ പറ്റൂ. അത് ആ കമ്പനിയുടെ ആവശ്യമാണ് അല്ലേ? അതെ, കമ്പനിയുടെ റൂൾ. അല്ലെങ്കിൽ നമ്മള് കഷ്ടപ്പെടുന്ന കാശ് കമ്പനിക്കാരെ കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഇത് ചെയ്യുന്ന മാർഗമുള്ളൂ. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ അടിക്കുന്നില്ലേ നമ്മുടെ നാട്ടില് വേറെ കാര്യമുണ്ട്. ഹൈവേയിൽ എന്ത് പണി നടന്നാലും അപ്പൊ അപ്ഡേഷൻ അപ്പൊ കൊടുക്കും കേരളത്തില്. പക്ഷെ ഇവിടെ അത് മാപ്പ് ഇട്ട് വരുന്നത് തേണ്ടിയല്ലേ? ഇതെന്തോടെ എങ്ങോട്ടൊക്കെ പോണം? ഇത് ശരിക്കും ഇതാണ് ജോലി സൈഡിൽ പണി കിടക്കണല്ലോ അല്ലേ? അപ്പൊ എല്ലാ വണ്ടി ഇതാണൊക്കെ പോണം. നമ്മുടെ ഇട സൈഡില് ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1 വേ കൂടെ തന്നെയാണ് എല്ലാ വണ്ടികളും പോകുന്നത്. ഇതാണ് നമ്മുടെ ഒഡീഷയിലെ കിടിലം ബസ്. ഇൻസുലേഷൻ ടൈപ്പിലാണ് മൊത്തം. എസി വണ്ടിയാ, എസി വണ്ടിയിൽ ഇൻസുലേഷൻ. ഒരു തുള്ളി തണുപ്പ് പോലും വെളിയിൽ പോവല്ലേ. ലക്ഷറി ലൈഫാണെന്ന് കാണുന്നവർ വിചാരിക്കട്ടെ അല്ലേ? മണ്ണ് മാഫിയ, ആറ്റുമണൽ മാഫിയ. കണ്ടാ ലൈലഞ്ച് കയറി വരുന്നുണ്ടോ മണ്ണില്? ഏത് നദിയിലും കയറി ഇറങ്ങും. ടാറ്റയാണോ? ഈ ഫ്രണ്ടിൽ വരുന്നല്ലേ? ഇത്ത ഫ്രണ്ടിൽ കൂടെ പോണ ടാറ്റ. മണൽ മാഫിയാസ്. ഒരു നദി തന്നെ അവന്മാര് വറ്റിച്ചെടുത്തു പോകുന്നു. മഴയത്തൊക്കെ ഓടി വണ്ടിയൊക്കെ ഒരുപാട് ചെളിയായി. 2 ദിവസം മുമ്പ് നല്ല രീതിക്ക് കഴിയുന്നതായിരുന്നു. നല്ല ഹൈറ്റ് ഉള്ള ടിപ്പല്ലേ?